PSC കരിയേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് 2025 ഏപ്രിൽ മാസം നടന്ന VFA വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് വരുന്നത് 32/25 എന്നതാണ്. ഓക്കെ, നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചത് ആരാണ്? സർദാർ KM പണിക്കർ. സർദാർ KM പണിക്കറാണ് ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം എഴുതിയത്. സർദാർ KM പണിക്കറാണ് അത് എഴുതിയത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന ഗ്രന്ഥം ഏതാണ്? മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കേരളം രൂപീകരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന ഗ്രന്ഥം ഏതാണ്? ഒന്നേകാൽ കോടി മലയാളികൾ. ഒന്നേകാൽ കോടി മലയാളികൾ എന്ന കൃതി എഴുതിയത് ആരാണ്? EMS ആണ്. EMS നമ്പൂതിരിപ്പാടാണ് മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കേരളം രൂപീകരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന ഗ്രന്ഥം ഒന്നേകാൽ കോടി മലയാളികൾ എഴുതിയത് നമ്മുടെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് EMS നമ്പൂതിരിപ്പാടാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, പഞ്ചശീല തത്വത്തിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതാണ്? പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ ഡി ആണ് ഇന്ത്യയും ചൈനയും. ഇന്ത്യയും ചൈനയുമാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ. ആരൊക്കെയാണ്? ഇന്ത്യയും ചൈനയുമാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത്. എപ്പോഴായിരുന്നു പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ചത്? 1954 ഏപ്രിൽ 29. 1954 ഏപ്രിൽ 29 ഇന്ത്യയിൽ നിന്ന് നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റുവും ചൈനയിൽ നിന്ന് ചൗവൻ ലായും ഒപ്പുവെച്ചത്. ഓക്കെ, പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ചിരിക്കുന്നത് ആരൊക്കെയാണ്? ഇന്ത്യയും ചൈനയുമാണ്. 1857 കലാപത്തിൽ നാനാ സാഹേബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതാണ്? 1857 റിവോൾട്ടിൽ നാനാ സാഹേബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതാണ്? ഓപ്ഷൻ സി കാൺപൂറാണ്. കാൺപൂറാണ് നാനാ സാഹേബ് കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയത്. 1775 രണ്ടാം അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്നത് എവിടെയാണ്? 1775 രണ്ടാം അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്നത് എവിടെയാണ്? ഫിലാഡൽഫിയ. ഫിലാഡൽഫിയ. ഓപ്ഷൻ ബി ഫിലാഡൽഫിയയിലാണ് 1774 രണ്ടാം അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് വേദിയായത്. ആദ്യത്തെ ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെയാണ്? 1774 ഫിലാഡൽഫിയ തന്നെയാണ്. അപ്പോൾ 1774 ഒന്നാമത് അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസും 1775 രണ്ടാം അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസിനും വേദിയായ സ്ഥലം ഒരേത് തന്നെയാണ്, ഫിലാഡൽഫിയ തന്നെയാണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? ഐക്യരാഷ്ട്രസഭയുടെ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ്റെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? അന്റോണിയോ ഗുട്ടറസ്. ഓപ്ഷൻ എ അന്റോണിയോ ഗുട്ടറസ് ആണ്. പോർച്ചുഗൽ സ്വദേശിയായിട്ടുള്ള അന്റോണിയോ ഗുട്ടറസ് ആണ് ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോൾ നിലവിലുള്ള സെക്രട്ടറി ജനറൽ. ആരാണ്? അന്റോണിയോ ഗുട്ടറസ് ആണ്. താഴെ തന്നിരിക്കുന്ന വാതകങ്ങളിൽ പ്രാദേശികവാദത്തിന് ഉദാഹരണമല്ലാത്തത് ഏതാണ്? പ്രാദേശികവാദത്തിന് ഉദാഹരണമല്ലാത്തത് ചക്രവാതമാണ്. ചക്രവാതങ്ങൾ പ്രാദേശികവാദമല്ല. എക്സാമ്പിൾ മറ്റ് പ്രാദേശികവാദങ്ങൾ എന്ന് പറയുന്നത് ചിനൂക്ക്, ലു, ഹർമാട്ടൻ. ഇതൊക്കെ എവിടത്തെയാണ്? ഇതൊക്കെ പ്രാദേശികവാദങ്ങളാണ്. എന്നാൽ ചക്രവാതം എന്ന് പറയുന്നത് പ്രാദേശികവാദമല്ല. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ആഗ്നേയശിലയുമായി ഇല്ലാത്തതാണ് ഇല്ലാത്ത സവിശേഷത തന്നിരിക്കുന്നതിൽ നിന്ന് കണ്ടെത്തുക. ആഗ്നേയശിലയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ. കേരളത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്നത് ഈ ശിലയാണ് എന്നതാണ് തെറ്റായ ഉത്തരം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശില ഏതാണ്? അത് കായാന്തരിത ശിലയാണ്. അപ്പോൾ ഏതെല്ലാമാണ് ശരിയായ ഉത്തരം? ആഗ്നേയശില തന്നെയാണ് പ്രാഥമിക ശില എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ശിലയ്ക്ക് ഒരു ഉദാഹരണം ഏതാണ്? ബസാൾട്ടാണ്. ആഗ്നേയശിലയ്ക്ക് ഉദാഹരണം ബസാൾട്ടാണ്. ആഗ്നേയശിലകൾ ഭൂമിക്കകത്തും പുറത്തും രൂപം കൊള്ളുന്നുണ്ട്. ഇതിലെല്ലാം ശരിയാണ്. കേരളത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന ശില കായാന്തരിത ശിലയാണ്. ഒൻപതാമത്തെ ചോദ്യം, എന്താണ് ക്ലിഫ്? ക്ലിഫ് എന്നാൽ എന്താണ്? ഇത് തിരമാലയുമായി ബന്ധപ്പെട്ട രൂപമാണ്. അതാണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ എ ആണ്. തിരമാലയുമായി ബന്ധപ്പെടുന്ന ഭൂരൂപത്തിന് ഒരു പേരുണ്ട്, ക്ലിഫാണ്. ക്ലിഫ് എന്ന് പറയുന്നത് തിരമാലയുമായി ബന്ധപ്പെടുന്ന ഭൂരൂപമാണ്. താഴെ പറയുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്ത ഭൂരൂപം ഏതാണ് എന്ന് തിരിച്ചറിയുക. താഴെ പറയുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്ത ഭൂരൂപം ഏതാണ്? ടെറായ് ആണ്. ടെറായ് ആണ്. 11, കേരളത്തിലെ ഈ ക്വസ്റ്റ്യൻ ക്യാൻസർ ആണ്. എങ്കിലും നോക്കാം. കേരളത്തിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലയും തന്നിരിക്കുന്നു. ശരിയല്ലാത്തത് കണ്ടെത്തുവാനാണ്. ഇതിൽ തന്നിട്ടുള്ള എല്ലാം ശരിയാണ്. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി എവിടെയാണ്? അത് കോഴിക്കോടാണ്. ഷോളയാർ ജലവൈദ്യുത പദ്ധതി തൃശ്ശൂരാണ്. ശബരിഗിരി സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ടയിലാണ്. കല്ലട ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് കൊല്ലത്താണ്. അപ്പം ഇതിലെല്ലാം ശരിയാണ്. അതുകൊണ്ടാണ് ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആയിരിക്കുന്നത്. 12ാമത്തെ ക്വസ്റ്റ്യൻ, സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയ് ദുർഗ് എന്ന പേര് മാറ്റിയ ഫോർട്ട് വില്യം ഏതാണ്?
എവിടെയാണ്? സമീപകാലത്തെ ഇന്ത്യൻ കരസേന വിജയ് ദുർഗ് എന്ന് പേര് മാറ്റിയ ഫോർട്ട് വില്യം എവിടെയാണ് ഫോർട്ട് വില്യം? ഓപ്ഷൻ ബി കൊൽക്കത്തയിലാണ്. ഫോർട്ട് വില്യം കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. 13 ചുവടെ തന്നിട്ടുള്ളതിൽ നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ചുവടെ തന്നിട്ടുള്ളതിൽ നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ ഡി ആണ് 2, 3 മാത്രമാണ് ഉൾപ്പെടുന്നത്. എന്താണ് 2? ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. ഇത് നീതി ആയോഗിൻ്റെ ലക്ഷ്യമാണ്. എന്താണ്? ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാനായിട്ട് പ്രയോജനപ്പെടുത്തുക. ഇത് രണ്ടും നീതി ആയോഗിൻ്റെ ലക്ഷ്യത്തിൽ ഉൾപ്പെടുന്നതാണ്. 14 ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ സി ആണ് 1, 3 ഇവയാണ്. 1, 3 ഉൾപ്പെടുന്നത്. വൻകിട വ്യവസായങ്ങൾക്ക് പരിഗണന നൽകുക എന്നത് ഗാന്ധിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തയുണ്ട്. വൻകിട വ്യവസായങ്ങൾക്ക് പരിഗണന. സ്വയം പര്യാപ്തവും സ്വാശ്രയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ. എന്തൊക്കെയാണ്? വൻകിട വ്യവസായങ്ങൾക്ക് പരിഗണന, സ്വയം പര്യാപ്തവും സ്വാശ്രയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ. ഇവ ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ ഉൾപ്പെടുന്നവയാണ്. ചുവടെ തന്നിട്ടുള്ളതിൽ തെറ്റായ ജോഡി ഏതാണ്? തെറ്റായത് ഏതാണ് എന്നാണ്. ഏതാണ് തെറ്റായത്? ദാദാഭായ് നവറോജി മിച്ചമൂല്യ സിദ്ധാന്തം എന്നത് തെറ്റാണ്. മിച്ചമൂല്യ സിദ്ധാന്തം ദാദാഭായ് നവറോജി എന്നതാണ് തെറ്റ്. ശരിയായത് നോക്കാം. ചാണക്യൻ്റേതാണ് അർത്ഥശാസ്ത്രം. അർത്ഥശാസ്ത്രം എഴുതിയത് വിഷ്ണുഗുപ്തൻ എന്നറിയപ്പെടുന്ന ചാണക്യനാണ്. അമർത്യാസൻ ക്ഷേമ സാമ്പത്തിക ശാസ്ത്രം. ക്ഷേമ സാമ്പത്തിക ശാസ്ത്രം ആരുടേതാണ്? അമർത്യാസൻ്റേതാണ്. ട്രസ്റ്റ്ഷിപ്പ് ആരുടേതാണ്? മഹാത്മാഗാന്ധിയുടെ ആശയമാണ് ട്രസ്റ്റ്ഷിപ്പ് എന്നത്. ഓക്കെ. 16ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ തന്നിട്ടുള്ളവരിൽ 2024 പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച വ്യക്തി ആരാണ്? താഴെ തന്നിട്ടുള്ളതിൽ 2024 പത്മവിഭൂഷൺ നേടിയത് ആരാണ്? പത്മ സുബ്രഹ്മണ്യം. പത്മ സുബ്രഹ്മണ്യമാണ് 2024 പത്മവിഭൂഷൺ നേടിയിട്ടുള്ള വ്യക്തി. പത്മ സുബ്രഹ്മണ്യം. 17ാമത്തെ ക്വസ്റ്റ്യൻ. ചുവടെ തന്നിട്ടുള്ളതിൽ ഉൽപാദക ഘടകമായ മൂലധനത്തിൻ്റെ സവിശേഷതകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാമാണ്? താഴെ തന്നിട്ടുള്ളതിൽ ഉൽപാദന ഘടകമായിട്ടുള്ള മൂലധനത്തിൻ്റെ ക്യാപിറ്റലിൻ്റെ സവിശേഷതകൾ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാമാണ്? 17 ആൻസർ ഓപ്ഷൻ ബി ആണ്. 1, 2 ഇവയാണ് ശരി. 1, 2 ശരിയാണ്. മൂലധനം മറ്റെല്ലാ ഉൽപാദക ഘടകത്തെയും സഹായിക്കുന്നു. മൂലധനം മറ്റെല്ലാ ഉൽപാദക ഘടകത്തെയും സഹായിക്കുന്നു. മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു. മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നുണ്ട്. 3ാമത്തെ ഓപ്ഷൻ നോക്കൂ. മൂലധനത്തിനുള്ള പ്രതിഫലം ലാഭമാണ് എന്നത് തെറ്റാണ്. മൂലധനത്തിനുള്ള പ്രതിഫലം ഏതാണ്? അത് ഇൻട്രസ്റ്റ് ആണ്, പലിശയാണ്. മൂലധനത്തിൻ്റെ പ്രതിഫലം ഏതാണ്? അത് പലിശയാണ്. അപ്പോൾ മൂലധനം മറ്റെല്ലാ ഉൽപാദക ഘടകത്തെയും സഹായിക്കുന്നുണ്ട്. മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു. മൂലധനത്തിനുള്ള പ്രതിഫലം ഏതാണ്? അത് പലിശ എന്നതാണ്. 18ാമത്തെ ചോദ്യം. ചുവടെ തന്നിട്ടുള്ളവരിൽ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ളവർ ആരെല്ലാമാണ്? ചുവടെ തന്നിട്ടുള്ളതിൽ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ളവർ ആരെല്ലാമാണ്? ഓപ്ഷൻ ബി ആണ്. 1, 2, 3 എന്നിവർ ആരൊക്കെയാണ്? നിർമ്മല സീതാരാമൻ, മൊറാർജി ദേശായി, ചരൺ സിംഗ്. നിർമ്മല സീതാരാമനും മൊറാർജി ദേശായി, ചരൺ സിംഗ് ഇവർ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുള്ളവരാണ്. 19ാമത്തെ ചോദ്യം. 19 ചുവടെ തന്നിട്ടുള്ളതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ചുവടെ തന്നിട്ടുള്ളതിൽ ഏതെല്ലാം ശരിയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഏതെല്ലാമാണ് ശരി? 19ാമത്തെ ഉത്തരം എ ആണ്. ഓപ്ഷൻ എ ആണ്. 1, 2 ഇവ ശരിയാണ്. കോട്ടണോപോളിസ് എന്ന് വിശേഷിക്കപ്പെടുന്ന നഗരം ഏതാണ്? അത് ബോംബെ ആണ്. കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? അത് ബോംബെ ആണ്. ഇന്ത്യയിലെ ഭക്ഷ്യവിളകളുടെ ഉൽപ്പാദനത്തിൽ ചോളത്തിന് 3ാം സ്ഥാനമാണ്. ഇന്ത്യയിൽ ഭക്ഷ്യവിളകളുടെ ഉൽപ്പാദനത്തിൽ ചോളത്തിൻ്റെ സ്ഥാനം 3ആണ്. 3ാമത്തെ ഓപ്ഷൻ ചണനാരിനെയാണ് യൂണിവേഴ്സൽ ഫൈബർ എന്ന് വിളിക്കുന്നത്. അത് തെറ്റായ ഓപ്ഷനാണ് അല്ലേ. അപ്പോൾ യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് ഏതാണ്? പരുത്തിയാണ് അല്ലേ. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ്. കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്നത് നമ്മുടെ മുംബൈ അഥവാ ബോംബെയാണ്. ഇന്ത്യയിൽ ഭക്ഷ്യവിളകളുടെ ഉൽപ്പാദനത്തിൽ ചോളത്തിന് 3ാം സ്ഥാനമാണ്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന വിള പരുത്തിയാണ്. 20ാമത്തെ ചോദ്യം. മന്ത്രിസഭയിലെ മൊത്തം മന്ത്രിമാരുടെ എണ്ണം ലോക്സഭയിലെ മൊത്തം അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്?
മന്ത്രിസഭയിലെ മൊത്തം മന്ത്രിമാരുടെ എണ്ണം ലോക്സഭയിലെ മൊത്തം അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ബി ആണ് 91ാമത് ഭരണഘടനാ ഭേദഗതി. 91ാമത്തെ ഭരണഘടനാ ഭേദഗതി എന്താണ് പറയുന്നത്? മന്ത്രിസഭയുടെ മൊത്തം മന്ത്രിമാരുടെ എണ്ണം ലോക്സഭയിലെ മൊത്തം അംഗങ്ങളുടെ 15% കൂടാൻ പറ്റില്ല എന്ന് വ്യവസ്ഥ ചെയ്യുന്നു. ഏതാണ് ഭേദഗതി? 91ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണത്. 21. രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? 21. 2, 3, 4. 2, 3, 4 ശരിയാണ്. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. ധനബിൽ ആരംഭിക്കാനുള്ള അധികാരം രാജ്യസഭയ്ക്കില്ല. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. ധനബിൽ ആരംഭിക്കാനുള്ള അധികാരം രാജ്യസഭയ്ക്കില്ല. ധനബിൽ ആരംഭിക്കുന്നത് ആരാണ്? ലോക്സഭയിലാണ് അല്ലേ? ഒന്നാമത്തെ ഓപ്ഷൻ തെറ്റാണ്. എന്താണ്? മൂന്നിൽ ഒരംഗം ഓരോ 2 വർഷം കൂടുമ്പോഴും വിരമിക്കുകയും അതുപോലെ പുതിയ അംഗങ്ങളെ നിയമിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ മുകളിൽ പറഞ്ഞത് തെറ്റല്ലേ? എന്താണ്? മൂന്നിൽ ഒരംഗം ഓരോ 2 വർഷം കൂടുമ്പോഴും വിരമിക്കുന്നുണ്ട്, പുതിയ അംഗങ്ങളെ നിയമിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പോയിന്റുകൾ ഓർത്ത് വയ്ക്കുക. 22. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? 22 എ ആണ്, പി കെ തുങ്കൻ കമ്മിറ്റി. പി കെ തുങ്കൻ കമ്മിറ്റിയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? പി കെ തുങ്കൻ കമ്മിറ്റിയാണ്. 23. താഴെ തന്നിരിക്കുന്നവയിൽ ഭരണഘടനയുടെ 4ാം അധ്യായത്തിൽ പെടാത്തത് 4ാമത്തെ അധ്യായത്തിൽ പെടാത്തത് ഏതൊക്കെയാണ്? ഏതാണ് താഴെ പറഞ്ഞതിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി 2, 4 എന്നിവയാണ്. ഏകീകൃത സിവിൽ നിയമം ഉൾപ്പെടുന്നില്ല. പൊതുതൊഴിലിൽ തുല്യാവസരം എന്നിവ 4ാം അധ്യായത്തിൽ പെടുന്നില്ല. 24ാമത്തെ ചോദ്യം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുകയും ക്രമക്കേടുകളും പരാതികളും അറിയിക്കുന്നതിന് പൗരന്മാർക്ക് വേണ്ടി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതും ക്രമക്കേടുകളും പരാതികളും അറിയിക്കുന്നതിനുമായിട്ട് പൗരന്മാർക്ക് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? സി വിജിൽ ആണ്. ഓപ്ഷൻ ഡി സി വിജിൽ ആണ്. 25. ചേരുംപടി ചേർത്തവ പരിശോധിക്കുക. ചേരുംപടി ചേർത്തതിൽ പരിശോധിക്കുകയാണ്. ഓപ്ഷൻ ബി ആണ്. 1, 2 എന്നിവ ശരിയാണ്. 1, 2 ശരിയാണ്. യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ ഏതൊക്കെയാണ്? പ്രതിരോധം, ആണവോർജം. യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് പ്രതിരോധം, ആണവോർജം എന്നിവയുണ്ട്. സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്, സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് കൃഷി, മത്സ്യബന്ധനം എന്നിവയാണ്. എന്താണ്? യൂണിയൻ ലിസ്റ്റിൽ പ്രതിരോധം, ആണവോർജം എന്നിവ ഉൾപ്പെടുന്നു. സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. സംസ്ഥാന ലിസ്റ്റിൽ കൃഷി, മത്സ്യബന്ധനം എന്നിവ ഉൾപ്പെടുന്നുണ്ട്. എന്നാൽ മദ്യ നിയന്ത്രണം, ബാങ്കിങ് എന്നിവ കൺകറന്റ് ലിസ്റ്റിൽ അല്ല ഉൾപ്പെടുന്നത്. ഏതൊക്കെയാണ്? ബാങ്കിങ് ഏതിലാണ് ഉൾപ്പെടുന്നത്? അത് യൂണിയൻ ലിസ്റ്റിലാണ്. ബാങ്കിങ് ഉൾപ്പെടുന്ന ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റാണ്. മദ്യം ഉൾപ്പെടുന്ന ലിസ്റ്റ് ഏതാണ്? അത് സ്റ്റേറ്റ് ലിസ്റ്റാണ്. 26. നിലവിലെ കേന്ദ്ര പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി ആരാണ്? നിലവിലെ കേന്ദ്ര പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി ആരാണ്? ഓപ്ഷൻ ഡി ആണ്, കിരൺ റിജിജു. കിരൺ റിജിജു ആണ് നിലവിൽ കേന്ദ്ര പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി. 27. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ്. 2, 3 ശരിയാണ്. 2, 3 എന്നിവ ശരിയാണ്. ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 അംഗങ്ങളാണ് കമ്മീഷനിലുള്ളത്. അതായത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ 3 പേരാണ്. ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 പേരാണ് ഉള്ളത്. വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷ. വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി എന്നിവരായിരിക്കും മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ. ഈ 2 ആൻസറാണ് ശരി. ഓപ്ഷൻ ബി 2, 3 ശരിയാണ്. ഒന്നാമത്തെ ഉത്തരം തെറ്റാണ്. 1993 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നത് തെറ്റാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എപ്പോഴാണ്? 1998 ഡിസംബർ 11. 1998 ഡിസംബർ 11 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. നെക്സ്റ്റ് 28.
വിവരാവകാശ നിയമത്തിൻ്റെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. വിവരാവകാശ നിയമത്തിൻ്റെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അഴിമതി നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടും ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധമുണ്ടാക്കുന്നതിന്, ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിന്, ഇതൊക്കെയാണ് വിവരാവകാശ നിയമത്തിൻ്റെ ലക്ഷ്യത്തിൽ ഉൾപ്പെടുന്നത്. ഏതൊക്കെയാണ്? അഴിമതി നിയന്ത്രിക്കുന്നതിന് വിവരാവകാശ കമ്മീഷൻ നിയമത്തിൽ ബാധകമാണ്. ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധമുണ്ടാക്കുന്നതിന്, ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിന്, ഇതിന് വിവരാവകാശ നിയമത്തിൻ്റെ ലക്ഷ്യങ്ങൾ ഉൾപ്പെടുന്നതാണ്. എല്ലാം ശരിയാണ്. 29. ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ഓപ്ഷൻ എ ആണ് ഫെബ്രുവരി 2. ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം. 30. കേരള സംസ്ഥാനത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആര്? കേരള സംസ്ഥാനത്തെ തൊഴിൽ വകുപ്പ് മന്ത്രി ആരാണ്? എക്സാം നടക്കുന്ന സമയത്ത് വി ശിവൻകുട്ടിയായിരുന്നു. ഓപ്ഷൻ ഡി വി ശിവൻകുട്ടിയായിരുന്നു മന്ത്രി. അപ്പോൾ അന്ന് പിണറായി മന്ത്രിസഭയായിരുന്നു. പക്ഷേ ഇപ്പോൾ വി ഡി സതീശ മന്ത്രിസഭയില. കേരളത്തിലെ തൊഴിൽ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ്? ബിന്ദു കൃഷ്ണയാണ്. ആരാണ്? കേരള തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണയാണ്. ബിന്ദു കൃഷ്ണ തൊഴിൽ വകുപ്പ് മാത്രമല്ല, മൃഗസംരക്ഷണം, അതുപോലെ വനിതാ ശിശു വികസന കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് മന്ത്രി ആരാണ്? തൊഴിൽ മന്ത്രി കൂടിയായിട്ടുള്ള ബിന്ദു കൃഷ്ണയാണ്. 31. കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്രയാണ്? കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ എ ആണ് 9. 9 രാജ്യസഭാ സീറ്റുകളാണ് കേരളത്തിൽ ആകെ നിലവിലുള്ള രാജ്യസഭാ സീറ്റുകൾ. എത്രയാണ്? 9 ആണ്. കേരള സംസ്ഥാനത്തിൻ്റെ ഗവർണർ ആരാണ്? കേരളത്തിൽ നിലവിലുള്ള ഗവർണർ ആരാണ്? ഓപ്ഷൻ സി ആണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആണ് കേരള സംസ്ഥാനത്തിൻ്റെ നിലവിലെ ഗവർണർ. ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആണ്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? എൻ എസ് മാധവൻ. എൻ എസ് മാധവനാണ് 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത്. ആരാണ്? എൻ എസ് മാധവനാണ്. 34. പല്ലിൻ്റെ ആന്തരഘടന ചുവടെ തന്നിരിക്കുന്നു. ഇവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാമാണ്? പല്ലിൻ്റെ ആന്തരിക ഘടന തന്നിട്ടുണ്ട്. ഇതിൽ ശരിയായ ജോഡി ഏതൊക്കെയാണ്? 34. ഓപ്ഷൻ ബി ആണ് 3ഉം 4ഉമാണ് ശരി. 3ഉം 4ഉം ശരിയാണ്. പൾപ്പ് ക്യാവിറ്റി എന്നത് പല്ലിൻ്റെ ഏറ്റവും ആന്തരഭാഗമാണ്. പൾപ്പ് ക്യാവിറ്റി പല്ലിൻ്റെ ഏറ്റവും ആന്തരഭാഗമാണ്. സിമൻറ്റം എന്നത് പല്ലിനെ മോണയിൽ ഉറപ്പിച്ചു നിർത്തുന്ന യോജക കലയാണ് സിമൻറ്റം. പല്ലിനെ മോണയിൽ ഉറപ്പിച്ചു നിർത്തുന്ന യോജക കല ഏതാണ്? അത് സിമൻറ്റമാണ്. മുകളിൽ തന്നിട്ടുള്ളതിൽ പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല ഏതാണ്? പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല ഏതാണ്? അത് പൾപ്പ് ക്യാവിറ്റി തന്നെയാണ്. അതുപോലെ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏതാണ്? അത് ഇനാമലാണ്. അപ്പോൾ അത് രണ്ടും ഓർത്തു വയ്ക്കുക. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ആൻറ്റി സ്റ്റെറിലിറ്റി ജീവകം എന്നറിയപ്പെടുന്നത് ഏതാണ്? ചുവടെ കൊടുത്തിട്ടുള്ളതിൽ ആൻറ്റി സ്റ്റെറിലിറ്റി ജീവകം എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? വിറ്റാമിൻ ഇ ആണ്. ജീവകം ഇ ആണ്. ജീവകം ഇ ആണ് ആൻറ്റി സ്റ്റെറിലിറ്റി ജീവകം എന്നറിയപ്പെടുന്നത്. 36. സാംക്രമിക രോഗങ്ങളും അവയുടെ രോഗകാരികളും തന്നിരിക്കുന്നു. ശരിയായ ജോഡി കണ്ടെത്തുക. സാംക്രമിക രോഗങ്ങളും തന്നിട്ടുണ്ട്, അതിൻ്റെ രോഗകാരികളും തന്നിട്ടുണ്ട്. ശരിയായ ജോഡി ഏതാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. 36. ആൻസർ സി ആണ്. 2 മാത്രം ശരിയാണ്. എലിപ്പനിക്ക് കാരണമാവുന്നത് ലെപ്റ്റോസ്പൈറയാണ്. ലെപ്റ്റോസ്പൈറ ഇക്ടറെ ഹെമറേജിയ ആണ് രോഗകാരി. അപ്പോൾ എലിപ്പനിക്ക് കാരണം ലെപ്റ്റോസ്പൈറയാണ്. ബാക്കിയെല്ലാം തെറ്റാണ് അല്ലേ? ഇപ്പോൾ കോളറയ്ക്ക് കാരണം ഏതാണ്? അത് ബാക്ടീരിയയാണ്. കോളറയ്ക്ക് കാരണം ബാക്ടീരിയയാണ്. സ്ക്രൈബ് ടൈഫസ് എന്ന രോഗത്തിന് കാരണമായതും ബാക്ടീരിയ തന്നെയാണ്. കുരങ്ങുപനിക്ക് കാരണമായത് ഏതാണ്? കുരങ്ങുപനി ഒരു വൈറസ് രോഗമാണ്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് ശരി ഉത്തരം എലിപ്പനിയാണ്. എലിപ്പനിക്ക് കാരണം ലെപ്റ്റോസ്പൈറയാണ് രോഗകാരി. ഓക്കെ, അപ്പോൾ കോളറയുടെ രോഗകാരി ബാക്ടീരിയയാണ്. കുരങ്ങുപനിക്ക് കാരണം വൈറസാണ്. സ്ക്രബ് ടൈഫസ് രോഗത്തിന് കാരണം ബാക്ടീരിയ തന്നെയാണ്. ഓക്കെ. 37. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി ഏതാണ്? ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി ഏതാണ്? 37. ആൻസർ ബി ആണ്. 2 മാത്രമാണ് ശരി. ആൻസർ അമൃതം ആരോഗ്യം എന്ന പദ്ധതി ഏതാണ്? ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായിട്ട് സംസ്ഥാന ഗവൺമെൻറ് ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേരാണ് അമൃതം ആരോഗ്യം എന്ന പദ്ധതി. നെക്സ്റ്റ് 38ാമത്തെ ചോദ്യം. ചുവടെ കൊടുത്തിട്ടുള്ളതിൽ ജനിതക
രോഗങ്ങൾ വരുന്ന ജോഡി ഏതാണ്? ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ജനിതക രോഗങ്ങൾ വരുന്ന ജോഡി ഏതാണ്? 38. ആൻസർ ബി ആണ്. 2 ആണ്. 2 മാത്രമാണ്. ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ തുടങ്ങിയവ ജനിതക രോഗങ്ങളാണ്. എന്തൊക്കെയാണ്? ഹീമോഫീലിയയും സിക്കിൾ സെൽ അനീമിയയും ജനിതക രോഗങ്ങളാണ്. 39ാമത്തെ ചോദ്യം. സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യതയ്ക്ക് അനുസരിച്ച് സമുദ്രത്തെ 3 മേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ട്. സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യത അനുസരിച്ച് സമുദ്രത്തെ 3ആയി തിരിക്കുന്നുണ്ട്. ഏതാണ് ആൻസർ? 39 എ ആണ്. ഒന്ന് മാത്രം ശരിയാണ്. അതായത് ഉപരിതലം മുതൽ 200 മീറ്റർ വരെ ആഴത്തിലാണ് യൂഫോട്ടിക് മേഖല. ഉപരിതലം മുതൽ 200 മീറ്റർ വരെ ആഴത്തിലുള്ള മേഖലയാണ് യൂഫോട്ടിക് എന്ന് പറയുന്ന മേഖല. നെക്സ്റ്റ് അടുത്ത് തന്ന തെറ്റാണ് അല്ലേ? എന്താണ്? 200 മീറ്ററിനും താഴെ 1000 മീറ്റർ വരെ ഉള്ള മേഖല ഏതാണ്? 200 മീറ്ററിനും താഴെ 1000 മീറ്റർ വരെയുള്ള മേഖലയാണ് ഡിസ്ഫോട്ടിക് മേഖല. ഏതാണ്? ഡിസ്ഫോട്ടിക് മേഖലയാണ്. 1000 മീറ്ററിന് താഴെയുള്ള മേഖല ഏതാണ്? 1000 മീറ്ററിന് താഴെയുള്ള മേഖലയാണ് എംഫോട്ടിക് മേഖല. എംഫോട്ടിക് മേഖല എന്നത് 1000 മീറ്ററിനും താഴെയുള്ള മേഖലയാണ്. അപ്പോൾ സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യത അനുസരിച്ച് സമുദ്രം 3 മേഖലയുണ്ട്. ഉപരിതലം മുതൽ 200 മീറ്റർ വരെയുള്ള ആഴം യൂഫോട്ടിക് മേഖലയാണ്. 200 മീറ്ററിനും താഴെ 1000 മീറ്റർ വരെയുള്ള മേഖലയാണ് ഡിസ്ഫോട്ടിക് മേഖല. 1000 മീറ്ററിന് താഴെയുള്ള മേഖലയാണ് അത് എംഫോട്ടിക് മേഖലയാണ്. ആ 2 ഓപ്ഷനും തിരിച്ച് ഇട്ടതാണ്. ഓക്കെ. 40ാമത്തെ ചോദ്യം. ലോക പരിസ്ഥിതി ദിനാചരണത്തിന് 2024 ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ലോക പരിസ്ഥിതി ദിനാചരണത്തിന് 2024 ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. സൗദി അറേബ്യയാണ് ലോക പരിസ്ഥിതി ദിനാചരണത്തിന് 2024 ആതിഥേയത്വം വഹിച്ച രാജ്യം. സൗദി അറേബ്യയാണ്. 41ാമത്തെ ചോദ്യം. മെനിഞ്ചൈറ്റിസിനെതിരെ MEN5CV വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ്? മെനിഞ്ചൈറ്റിസിനെതിരെ MEN5CV വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യ രാജ്യം ഏതാണ്? 41ാമത്തെ ചോദ്യം. ആൻസർ എ ആണ്. 3 ഏതാണ്? 3 നൈജീരിയയാണ്. മെനിഞ്ചൈറ്റിസിനെതിരെ MEN5CV വാക്സിൻ വികസിപ്പിച്ച ആദ്യ രാജ്യം ഏതാണ്? അത് നൈജീരിയയാണ്. 42. ഓപ്റ്റിക്കൽ ഫൈബറിലൂടെ പ്രകാശം കടന്നു പോകുന്നത് ഏത് തത്വം അനുസരിച്ചാണ്? ഓപ്റ്റിക്കൽ ഫൈബറിലൂടെ പ്രകാശം കടന്നു പോകുന്നത് ഏത് തത്വം അനുസരിച്ചാണ്? 42. ഓപ്ഷൻ ബി ആണ്. പൂർണ്ണാന്തരിക പ്രതിഫലനം അനുസരിച്ചാണ് ഓപ്റ്റിക്കൽ ഫൈബറിലൂടെ പ്രകാശം കടന്നു പോകുന്ന തത്വം. ഓക്കെ. കൂട്ടത്തിൽപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. സെക്കൻഡ്. കൂട്ടത്തിൽപ്പെടാത്തത് സെക്കൻഡ് ആണ്. 44. ഒരു കോൺകേവ് ദർപ്പണത്തിന് പിന്നിൽ 10 സെന്റിമീറ്റർ അകലെ പ്രകാശിക്കുന്ന വസ്തു വെച്ചപ്പോൾ അതിൻ്റെ യഥാർത്ഥ പ്രതിബിംബം ദർപ്പണത്തിൽ നിന്ന് 40 സെന്റിമീറ്റർ അകലെ രൂപപ്പെടുന്നു. ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം കണക്കാക്കുക. ഒരു കോൺകേവ് ദർപ്പണത്തിന് മുന്നിൽ 10 സെന്റിമീറ്റർ അകലെ പ്രകാശിക്കുന്ന വസ്തു വെച്ചപ്പോൾ അതിൻ്റെ യഥാർത്ഥ പ്രതിബിംബം ദർപ്പണത്തിൽ നിന്ന് 40 സെന്റിമീറ്റർ അകലെ രൂപപ്പെടുന്നു. ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം എത്രയായിരിക്കും? 44 എ ആണ്. -8 സെന്റിമീറ്റർ ആണ് ആൻസർ. ഏറ്റവും മികച്ച പൊതുഗതാഗതമുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരം ഏതാണ്? ഏറ്റവും മികച്ച പൊതുഗതാഗതമുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരം ഏതാണ്? മുംബൈ ആണ് ആൻസർ. 46. ChatGPTക്ക് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ പാശ്ചാത്യ രാജ്യം ഏതാണ്? ChatGPTക്ക് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ പാശ്ചാത്യ രാജ്യം ഏതാണ്? ഇറ്റലിയാണ്. ChatGPTയെ നിരോധിച്ച ആദ്യത്തെ പാശ്ചാത്യ രാജ്യം ഏതാണ്? ഇറ്റലിയാണ്. 47. കുമ്മായം അടിച്ച ചുവരിൽ ഒരു തിളക്കം കാണപ്പെടുന്നത് ഏത് രൂപപ്പെടുന്നത് കൊണ്ടാണ്? കുമ്മായം അടിച്ച ചുവരിൽ ഒരു തിളക്കം ഉണ്ടാവുന്നുണ്ട്. അതിന് കാരണം എന്താണ്? 47 സി ആണ്. കാൽസ്യം കാർബണേറ്റ് അടിച്ചത് കൊണ്ടാണ് കുമ്മായം അടിച്ച ചുവരിൽ ഒരു തിളക്കം കാണപ്പെടുന്നത്. കാൽസ്യം കാർബണേറ്റ് രൂപപ്പെടുന്നത് കൊണ്ടാണ്. 48. ഇരുമ്പു ഫയലിങ്ങുകളിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ഇരുമ്പ് ഫയലിങ്ങുകളിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ഓപ്ഷൻ എ ആണ് ആൻസർ. FeCl3H2 ഉണ്ടാകുന്നു. FeCl3H2 ഉണ്ടാകുന്നുണ്ട്. 49ാമത്തെ ക്വസ്റ്റ്യൻ. ഡി സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ പരമാവധി എണ്ണം എത്രയാണ്? ഡി സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ പരമാവധി എണ്ണം എത്രയാണ്? ഓപ്ഷൻ ഡി ആണ്. 10 ആണ് ആൻസർ.
കെ ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആയിരിക്കും. എൽ ഷെല്ലിൽ എത്രയാണ്? 8 ആണ് അല്ലേ. എമ്മിലോ? എം ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോൺ 18 ആണ്. ഓക്കെ. 50-ാമത്തെ ക്വസ്റ്റ്യൻ. ഡാഷ് ഉൽപാദനത്തിനുള്ള അസംസ്കൃത വസ്തുവാണ് ഇൽമനൈറ്റ്. ഡാഷ് ഉൽപാദനത്തിനുള്ള അസംസ്കൃത വസ്തുവാണ് ഇൽമനൈറ്റ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ് ആൻസർ. TiO2, ടൈറ്റാനിയം ഓക്സൈഡ്. ടൈറ്റാനിയം ഓക്സൈഡ് ആണ് ആൻസർ. ടൈറ്റാനിയം ഓക്സൈഡ് ഉൽപാദനത്തിലുള്ള അസംസ്കൃത വസ്തുവാണ് ഇൽമനൈറ്റ്. ഓക്കെ. 51-ാമത്തെ ക്വസ്റ്റ്യൻ. അക്വേറിയത്തിന്റെ അടിയിൽ നിന്നും ഉയരുന്ന വായു കുമിളകളുടെ വലിപ്പം വർദ്ധിക്കുന്നത് ഏത് വാതക നിയമം അനുസരിച്ചാണ്? അക്വേറിയത്തിന്റെ അടിയിൽ നിന്ന് ഉയരുന്ന വായു കുമിളകളുടെ വലിപ്പം വർദ്ധിക്കുന്നത് ഏത് വാതക നിയമം അനുസരിച്ചാണ്? ബോയിൽ നിയമം പ്രകാരമാണ് അക്വേറിയത്തിന്റെ അടിയിൽ നിന്ന് ഉയരുന്ന വായു കുമിളകളുടെ വലിപ്പം മുകളിലോട്ട് പോകുന്തോറും വർദ്ധിക്കുന്നത്. ഏത് നിയമമാണ്? ബോയിൽ നിയമമാണ്. 52-ാമത്തെ ക്വസ്റ്റ്യൻ. പത്രപ്രവർത്തനത്തിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ച കേരള പ്രസ് അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? പത്രപ്രവർത്തനത്തിന്റെ പുരോഗതിക്ക് വേണ്ടി സ്ഥാപിച്ച കേരള പ്രസ് അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? 52 ആൻസർ സി ആണ്. കാക്കനാടാണ് കേരള പ്രസ് അക്കാദമിയുടെ ആസ്ഥാനം. 53 മികച്ച സിനിമാ നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ച ആദ്യ മലയാള നടൻ ആരാണ്? മികച്ച സിനിമാ നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ച ആദ്യ മലയാള നടൻ ആരാണ്? 53 ഓപ്ഷൻ സി ആണ്. പി ജെ ആന്റണിക്കാണ് മികച്ച സിനിമാ നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ചിട്ടുള്ള ആദ്യ മലയാള നടൻ. ഏതാണ് സിനിമ? നിർമാല്യമാണ്. ഏതാണ് സിനിമ? നിർമാല്യത്തിനാണ് പി ജെ ആന്റണിക്ക് മലയാളത്തിലെ മികച്ച നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ച ആദ്യ മലയാള നടൻ ആയത്. ഓക്കെ. 54-ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ്? താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ്? 54 ആൻസർ എ ആണ്. ആൻസർ എ ആണ്. ഒന്ന് മാത്രം ശരിയാണ്. മൈമുന എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ഒ വി വിജയനാണ്. ഒ വി വിജയന്റെ ഒരു കഥാപാത്രമാണ് മൈമുന എന്ന കഥാപാത്രം. അത് ശരിയാണ്. നെക്സ്റ്റ് 55-ാമത്തെ ചോദ്യം. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളത്തിന്റെ ദേശകാലങ്ങൾ എന്ന സാഹിത്യ പഠനം എഴുതിയത് ആരാണ്? 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളത്തിന്റെ ദേശകാലങ്ങൾ എന്ന സാഹിത്യ പഠനം എഴുതിയത് ആരാണ്? ഓപ്ഷൻ ബി ആണ്. ഇ വി രാമകൃഷ്ണന്റെ കൃതിയാണ് മലയാളത്തിന്റെ ദേശകാലങ്ങൾ. അത് 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയിരിക്കുന്നു. 56 താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി ആണ്. 1, 2 ശരിയാണ്. 1ഉം 2ഉം ശരിയാണ്. ഏതൊക്കെയാണ് ശരി? ഷാജി എൻ കരുൺ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയാണ് പിറവി. അത് ശരിയാണ്. ഷാജി എൻ കരുൺ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമ ഏതാണ്? അത് പിറവിയാണ്. 1989 മികച്ച സിനിമയ്ക്കും സംവിധായകനുമുള്ള അവാർഡ് നേടിയ സിനിമ ഏതാണ്? അത് പിറവിയാണ്. 1989 മികച്ച സിനിമയ്ക്കും സംവിധായകനുമുള്ള അവാർഡ് നേടിയ സിനിമ ഏതാണ്? അത് പിറവിയാണ്. 1ഉം 2ഉം ശരിയാണ്. 57-ാമത്തെ ക്വസ്റ്റ്യൻ. ഏകദിന ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി നേടിയ ആദ്യത്തെ ഇന്ത്യൻ ബാറ്റ്സ്മാൻ ആരാണ്? ഓപ്ഷൻ ബി സച്ചിൻ ടെണ്ടുൽക്കർ ആണ് ആൻസർ. 58 ഇന്ത്യയുടെ ആദ്യത്തെ ഒളിമ്പിക്സ് ഹോക്കി ടീമിന്റെ നായകൻ ആരാണ്? ഓപ്ഷൻ ബി ആണ് ജയ്പാൽ സിംഗ് ആണ് ഇന്ത്യയുടെ ആദ്യത്തെ ഒളിമ്പിക്സ് ഹോക്കി ടീമിന്റെ നായകൻ. 59-ാമത്തെ ചോദ്യം. പ്രൈവറ്റ് ബ്രൗസിംഗ് മോഡ് ഉപയോഗിക്കുന്നത് ഏതാണ്? ആൻസർ. 59-ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ സി ആണ്. ബ്രൗസിംഗ് ചരിത്രം, കുക്കികൾ എന്നിവ സംഭരിക്കാതിരിക്കാനാണ് പ്രൈവറ്റ് ബ്രൗസിംഗ് മോഡുകൾ ഉപയോഗിക്കുന്നത്. 60-ാമത്തെ ക്വസ്റ്റ്യൻ. HTML ഒരു ചിത്രത്തെ പ്രദർശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ടാഗ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. IMG എന്നതാണ് HTML ഒരു ചിത്രത്തെ പ്രദർശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ടാഗ്. ഇമേജ് എന്ന് പറയുന്ന പോലെ IMG ആണ്. ഓക്കെ. 61-ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു LAN ഇന്റർനെറ്റുമായി ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ആൻസർ 61 ബി ആണ്. ഓപ്ഷൻ ബി റൗട്ടർ ആണ് LAN ഇന്റർനെറ്റുമായി ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഏതാണ്? ഓപ്ഷൻ ബി ആണ്. റൗട്ടർ എന്നതാണ്. 62-ാമത്തെ ക്വസ്റ്റ്യൻ.
IT ആക്ട് പ്രകാരം ഇന്ത്യയിലെ സൈബർ സുരക്ഷാ സംഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ബോഡി ഏതാണ്? IT ആക്ട് പ്രകാരം ഇന്ത്യയിലെ സൈബർ സുരക്ഷാ സംഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ബോഡി ഏതാണ്? 62. ആൻസർ ബി ആണ്, സർട്ടിൻ ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം. ഏതാണ്? ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം എന്നറിയപ്പെടുന്ന സർട്ടിൻ ആണ്. IT ആക്ട് പ്രകാരം ഇന്ത്യയിലെ സൈബർ സുരക്ഷാ സംഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ബോഡിയാണ് സർട്ടിൻ എന്നത്. 63. ഇൻപുട്ട് ഉപകരണം ഏതാണ്? താഴെ കൊടുത്തിട്ടുള്ളതിൽ ഇൻപുട്ട് ഉപകരണം ഏതാണ്? സ്കാനർ ആണ്. സ്കാനർ എന്ന് പറയുന്നത് ഒരു ഇൻപുട്ട് ഉപകരണമാണ്. 64. പോക്സോ നിയമം 2012 പ്രകാരം കുട്ടി ആയി നിർവചിച്ചിരിക്കുന്നത് ആരെയാണ്? പോക്സോ ആക്ട് പ്രകാരം 2012 പ്രകാരം കുട്ടിയായിട്ട് നിർവചിച്ചത് ആരെയാണ്? കുട്ടി എന്നാൽ ആരാണ്? ഓപ്ഷൻ ഡി ആണ്, 18 വയസ്സിന് താഴെ പ്രായം ഉള്ളവർ. 18 വയസ്സിന് താഴെ പ്രായം ഉള്ളവരാണ് പോസ്കോ നിയമപ്രകാരം 2012 പ്രകാരം കുട്ടി എന്ന നിർവചനത്തിൽ പെടുന്നത്. 18 വയസ്സിന് താഴെയുള്ളവരാണ്. 65. ചോദ്യം, ഒരു വർഷത്തിൽ കേന്ദ്ര ഉപഭോക്തൃ സമിതി കുറഞ്ഞത് എത്ര തവണ മീറ്റിംഗ് കൂടിയിരിക്കണം എന്നാണ് നിയമം അനുശാസിക്കുന്നത്? ഒരു വർഷത്തിൽ കേന്ദ്ര ഉപഭോക്തൃ സമിതി കുറഞ്ഞത് എത്ര തവണ മീറ്റിംഗ് കൂടിയിരിക്കണം എന്നാണ് പറയുന്നത്? ഓപ്ഷൻ എ ആണ്, ഒരു തവണ. ഒരു തവണയാണ് ഒരു വർഷം കേന്ദ്ര ഉപഭോക്തൃ സമിതി കുറഞ്ഞത് മീറ്റിംഗ് നടത്തേണ്ടത്. 66. ചോദ്യം, ദേശീയ സംസ്ഥാനങ്ങളിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരുടെ കാലാവധി എത്രയാണ്? ദേശീയ സംസ്ഥാനത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരുടെ കാലാവധി എത്രയാണ്? 66. ഓപ്ഷൻ ബി ആണ്, 3 വർഷമാണ്. 3 വർഷമാണ് ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷണറും അതുപോലെ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരുടെ എല്ലാവരുടെയും കാലാവധി എത്രയാണ്? 3 വർഷമാണ്. 67. ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷ ആരാണ്? ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ആരാണ്? സി ആണ് ആൻസർ, ജയന്തി പട്നായിക് ആണ് ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷ. ജയന്തി പട്നായിക് ആണ്. 68. ചോദ്യം, ഗാർഹിക പീഡന നിരോധന നിയമം 2005 പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? ഗാർഹിക പീഡന നിരോധന നിയമം 2005 പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? തെറ്റ് ഏതാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ഗാർഹിക പീഡനത്തിന് ഇരയായവർക്ക് പങ്കാളിയായിട്ട് താമസിച്ച വീട്ടിൽ താമസിക്കുന്നതിനുള്ള അവകാശം ഉണ്ടായിരിക്കില്ല എന്നത് തെറ്റാണ്. എന്താണ്? ഗാർഹിക പീഡനത്തിന് ഇരയായവർക്ക് പങ്കാളിയായിട്ട് താമസിച്ച വീട്ടിൽ താമസിക്കാനുള്ള അവകാശം ഉണ്ടാവില്ല എന്നത് തെറ്റാണ്. അപ്പോൾ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രൊട്ടക്ഷൻ ഓഫീസർമാരും സർവീസ് പ്രൊവൈഡേഴ്സും പബ്ലിക് സർവൻറ്റ് ആയിരിക്കും. പ്രൊട്ടക്ഷൻ ഓഫീസർമാരും സർവീസ് പ്രൊവൈഡേഴ്സും പബ്ലിക് സർവൻറ്റ് ആയിരിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഗാർഹിക പീഡന നിരോധന നിയമത്തെക്കുറിച്ച് കാലാകാലങ്ങളിൽ പൊതുമാധ്യമങ്ങൾ വഴി പരസ്യം നൽകണം. നെക്സ്റ്റ്, ഗാർഹിക അതിക്രമണത്തിന് ഇരയായവർക്ക് സൗജന്യ നിയമസഹായം ലഭ്യമാക്കുന്നത്. ഇതെല്ലാം ഗാർഹിക പീഡന നിരോധന നിയമം 2005 പ്രകാരം ബാധിക്കുന്നു. എന്തൊക്കെയാണ്? പ്രൊട്ടക്ഷൻ ഓഫീസർമാരും സർവീസ് പ്രൊവൈഡേഴ്സും പബ്ലിക് സർവൻ്റ് ആയിരിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഗാർഹിക പീഡന നിയമത്തെക്കുറിച്ച് കാലാകാലത്തിൽ പൊതുമാധ്യമങ്ങൾ വഴി പരസ്യം നൽകണം. ഗാർഹിക അതിക്രമണത്തിന് ഇരയായവർക്ക് സൗജന്യ നിയമസഹായം ലഭ്യമാക്കുന്നത്. ഇതെല്ലാം ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ പെടുന്നുണ്ട്. 69. ക്വസ്റ്റ്യൻ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ ചെയർപേഴ്സണെ കൂടാതെ എത്ര അംഗങ്ങളുണ്ട്? ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ ചെയർപേഴ്സണെ കൂടാതെ എത്ര അംഗങ്ങളായിരിക്കും ഉണ്ടാവുക? എത്ര പേരാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സണെ കൂടാതെ ഉണ്ടാവുന്നവരെ? ഓപ്ഷൻ ബി ആണ്, 6 പേരാണ് ചെയർപേഴ്സണെ കൂടാതെ ഉണ്ടാവും. ഓക്കെ. 70. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സംസ്ഥാന സർക്കാരുകൾ സ്ഥാപിക്കുന്ന വാർദ്ധക്യകാല ഗൃഹങ്ങളിൽ കുറഞ്ഞത് എത്ര മുതിർന്ന പൗരന്മാർക്ക് താമസ സൗകര്യം നൽകേണ്ടതാണ്? അതായത് സംസ്ഥാന സർക്കാർ സ്ഥാപിക്കുന്ന വാർദ്ധക്യകാല ഗൃഹങ്ങളിൽ കുറഞ്ഞത് എത്ര മുതിർന്ന പൗരന്മാർക്കായിരിക്കും താമസ സൗകര്യം നൽകേണ്ടത്? എത്രയാണ്? ഓപ്ഷൻ സി ആണ്, 150 പേർക്ക് താമസിക്കാൻ പറ്റും. ഗവൺമെന്റ് ഏർപ്പെടുത്തുന്ന വൃദ്ധസദനങ്ങളിൽ കുറഞ്ഞത് 150 പേർക്ക് താമസിക്കാനുള്ള സൗകര്യം നൽകേണ്ടതാണ് എന്നതാണ് ശരിയായ ഉത്തരം. ഓക്കെ. അപ്പോൾ നമ്മൾ 2025 ഏപ്രിൽ മാസത്തിൽ VFA നടത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ 70 GK ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. തെറ്റായ ആൻസർ എല്ലാം ശരിയായ രീതിയിലേക്ക് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമാകും. വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ഇനിയും VFAയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമാവുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.